ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, സിബിൻ വ്ളോഗ്സ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ തമനയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ പൊതുവേ മലയാളികൾക്ക് കടങ്ങൾ കൂടുതലാണ്. കടം കൂടാനുള്ള മെയിൻ കാരണം നമ്മളെല്ലാവരും പൊതുവേ പോകുന്നത് EMIയുടെയും ക്രെഡിറ്റ് കാർഡുകളെയും പുറകെയാണ് പോകുന്നത്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കടം കൂടുന്നത്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്ന് രണ്ട് വഴികളുണ്ട്. നമ്മൾ ഒരിക്കലും നമുക്കിപ്പോൾ ശമ്പളം കിട്ടുന്നതിൽ നിന്നും ഇപ്പോൾ നമുക്കൊരു 20,000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു 5,000 രൂപയ്ക്കൊക്കെ കടം മേടിക്കാവൂ. അതായത് നമ്മുടെ ശമ്പളത്തിൻ്റെ 1/4 മാത്രമേ കടം മേടിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഒരു ചിട്ടിയോ എന്തെങ്കിലും കൂടണം. ഒരു ചിട്ടി, അതൊക്കെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കാര്യമുണ്ട്. ചിട്ടി കൂടണം. പിന്നെ ഒരു വിഹിതം നമ്മളൊരു ജസ്റ്റ് ഒരു സേവിങ് ആയിട്ട് എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കണം. പിന്നെ കുറച്ച് ബാലൻസ് പൈസ എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ആ ഒരു സിസ്റ്റത്തിന് വേണം നമ്മൾ എന്നും പോകാനായിട്ട്. എന്നും കുറച്ച് പൈസ സേവ് ചെയ്ത് മാറ്റി വെച്ചേക്കണം. പിന്നെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കണം. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഫാമിലിക്ക് വേണ്ട ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട്. സ്റ്റാർ ഹെൽത്ത് പോലത്തുള്ള, സ്റ്റാർ ഹെൽത്ത് നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെക്യൂർഡ് ആവും. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് ഒരുപാട് പൈസയൊക്കെ ആവുന്നത്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. ക്രെഡിറ്റ് കാർഡ് നമ്മളെ ഒരു വലിയ കടക്കാരനാക്കി മാറ്റുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡുകൾക്ക് ഭീമമായ തുക പിഴ അടയ്ക്കണം. നമുക്ക് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എമൗണ്ട് കൂടിക്കൂടി പോകും. ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ മറ്റുള്ള ഈ ഓൺലൈൻ ആപ്ലിക്കേഷനുകളിൽ നിന്നും ലോണൊന്നും